ഹലോ ഗായ്സ്, ജി ദച്ചൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാനിന്നിവിടെ ഒരു നോർമൽ ചുരിദാർ ടോപ്പാണ് തയ്ക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇതേ ഒരു തുണി എടുത്ത് 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായി ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് എടുക്കുക. ഫുൾ ലെങ്ത്ത് ഇപ്പം ഞാനിതൊരു വേസ്റ്റ് പീസ് ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ള ലെങ്ത്ത് മൊത്തം ഞാൻ എടുക്കുകയാണ്. നിങ്ങൾക്ക് എത്രയാണോ ഫുൾ ലെങ്ത്ത് വേണ്ടത് അത് ഇങ്ങനെ തുണിയുടെ മേൽവശത്ത് വെച്ചിട്ട് താഴത്തേക്ക് എടുക്കുക. എനിക്ക് 41.5 ഇഞ്ചാണ് കിട്ടിയത്. അടുത്തതായി ഷോൾഡർ എനിക്ക് 16/2, അതായത് 8 ഇഞ്ച്, അതായത് ഒരു ഷോൾഡറിൽ നിന്നും ഇപ്പുറത്തെ ഷോൾഡറിലേക്കുള്ള അളവാണത്. ആ അളവ് ബൈ 2, അതാണ് 8 ഇഞ്ച്. ആ 8 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമ്മൾ ആം ഹോള് അവിടെ നിന്ന് നമ്മൾ മാർക്ക് ചെയ്യുക. ആം ഹോള് നമ്മൾ ഷോൾഡറിൽ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഷോൾഡർ എത്രയാണോ അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ആം ഹോള് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എനിക്ക് 8 ഇഞ്ച് ഷോൾഡർ ആയതുകൊണ്ട് ആം ഹോള് 7.5 ഇഞ്ച്, അങ്ങനെ ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബെസ്റ്റ് റൗണ്ട് എനിക്ക് ഒരു 40 ഇഞ്ചാണ് കിട്ടിയത്. 40നോട് 4 കൂട്ടിയിട്ട് ബൈ 4, 44/4, അതായത് എനിക്കൊരു 12.5 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 12.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബെസ്റ്റ് റൗണ്ട് ഒരു 1 ഫിംഗർ ലൂസ് ഇട്ടിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അതിനോടാണ് +4 കൂട്ടിയിട്ട് അതിനോട് ബൈ 4 ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ബെസ്റ്റ് റൗണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നത്. അടുത്ത് നമ്മൾ ഷേപ്പ് റൗണ്ട് കണ്ടുപിടിക്കണം. ഷേപ്പ് റൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഷോൾഡറിൽ നിന്നും, അതായത് ബെസ്റ്റ് പോയിൻറ്റിൻ്റെ താഴെ, അതായത് നമ്മുടെ വയറിന് മുകൾ വശത്തായിട്ട് വണ്ണം കുറഞ്ഞൊരു വശം ഉണ്ടല്ലോ, ആ വശമാണ് നമ്മുടെ ഷേപ്പ് റൗണ്ട്. ഷേപ്പ് റൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അത് റൗണ്ട് ചെയ്ത് നോക്കുക. ആ ഭാഗം നമ്മൾ 1 ഫിംഗർ ലൂസ് ഇട്ടിട്ട് നമ്മൾ ടേപ്പിൽ അളവെടുക്കുക. അതിനോടൊരു +3 കൂട്ടിയിട്ട് ബൈ 4 ചെയ്യുക. അപ്പോൾ എനിക്ക് അവിടെ ഒരു 11 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അതിന് മുന്നേ നമ്മൾ ഷേപ്പ് ലെങ്ത്ത് കണ്ടുപിടിക്കണം. ഷേപ്പ് ലെങ്ത്ത് കണ്ടുപിടിക്കണത് നമ്മൾ എവിടെയാണോ ഷേപ്പ് വരുന്നത് അത് ഷോൾഡറിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു +1/2 ഇഞ്ച് കൂടെ കൂട്ടുക. അപ്പോൾ നമുക്ക് 14.5 ഇഞ്ചിലാണ് നമ്മൾ ഈ 11 ഇഞ്ച് ഷേപ്പ് റൗണ്ട് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് വരയ്ക്കുക. ഇത് ഷേപ്പ് ചെയ്യുന്ന വശമാണ് ഈ ഷേപ്പ് റൗണ്ട് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഓപ്പൺ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്പൺ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലിറ്റ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ വശമാണ് നമ്മുടെ ഓപ്പൺ ലെങ്ത് ആയിട്ട് വരുന്നത്. എത്രയാണോ ആ ലെങ്ത് വരുന്നത് ആ ലെങ്ത്തിൽ നിന്നാണ് നമ്മൾ സ്ലിറ്റിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എനിക്കതൊരു 22.5 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. 22 ഇഞ്ചാണ് ലെങ്ത്ത് മൊത്തം വരുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് +1/2 ഇഞ്ച് കൂട്ടണം. അതാണ് എനിക്ക് ഓപ്പൺ ലെങ്ത്ത് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഓപ്പൺ റൗണ്ട് കണ്ടുപിടിക്കണം. ഓപ്പൺ റൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ 43 ഇഞ്ചാണ് എനിക്ക് ഓപ്പൺ റൗണ്ട്. അതായത് 43 എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിപ്പിനൊക്കെ താഴെയായിട്ട് നമ്മുടെ ബട്ടക്സും കൂട്ടി ഒരു അളവെടുക്കും. നമ്മൾ 1 ഫിംഗർ ലൂസ് ഇട്ടിട്ട് ബട്ടക്സോട് കൂട്ടി അവിടുത്തെ വണ്ണം എടുക്കണം. ആ വണ്ണം ബൈ 4 നമ്മുടെ ഓപ്പൺ റൗണ്ട്. വണ്ണം ബൈ 4 അല്ല, വണ്ണം +4/4. അതിൻ്റെ കൂടെ ഒരു 4 കൂട്ടിയിട്ട് വേണം ബൈ 4 ചെയ്യാനായിട്ട്. എത്രയാണോ വണ്ണം കിട്ടുന്നത് അതിൻ്റെ കൂടി ഒരു 4 ഇഞ്ച് കൂട്ടുക. +4, അത് 43 + 4/4. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു 11.5 അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടുക. അപ്പോൾ 12.5 ഇഞ്ചാണ് എനിക്ക് ഓപ്പൺ റൗണ്ട് കിട്ടിയിരിക്കുന്നത്. അതും ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബോട്ടം ലൂസ്, അതായത് താഴെ നമ്മൾ എത്രയാണോ നമ്മൾ ലൂസായി കിടക്കുന്നത്, ടോപ്പിൻ്റെ താഴെ വിരിഞ്ഞ് കിടക്കുന്നില്ലേ, അത് നമ്മൾ ഈ ഓപ്പൺ റൗണ്ടിൽ നിന്നും ഒരു +1 കൂട്ടുക, 2 കൂട്ടുക, +2 കൂട്ടുക, അതായത് 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് വീണ്ടും 1 ഇഞ്ച് കൂട്ടുക. അതാണ് 13.5 ഇഞ്ചാണ് അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഷോൾഡറിൻ്റെ നെക്ക് നമ്മളൊരു 3.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മളൊരു ആം ഹോളിൽ താഴത്തേക്ക് ഒരു 1/2 ഇഞ്ച് താഴത്തേക്ക് ചേർത്തിട്ട് നമ്മൾ ഒരു ക്രോസ് ആയിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ഷോൾഡർ ഡൗൺ ആയിട്ടാണ് നമ്മൾ കൂട്ടുന്നത്. അവിടെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ 1/2 ഇഞ്ചാണ് നമ്മൾ കുറച്ചിരിക്കുന്നത് കേട്ടോ. ആം ഹോളിൻ്റെ 1/2 ഇഞ്ച് താഴത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടാണ് കുറച്ചിരിക്കുന്നത്. നെക്ക് 3.25 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നെക്ക് പൂർത്തീകരിച്ച് വരയ്ക്കേണ്ട, നമ്മളത് ക്യാൻവാസിലാണ് ചെയ്യുന്നത്. ക്യാൻവാസിലാണ് നമ്മൾ നെക്ക് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഇത് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. ഷേപ്പ് ചെയ്തത് വരച്ചതിന് ശേഷം നമ്മളത് കട്ട് ചെയ്ത് എടുക്കണം. കട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നേ നമ്മൾ ആം ഹോള് ചെയ്തിട്ടില്ല. ആം ഹോള് നമ്മൾ ചെയ്യാൻ പോകുകയാണ്. ആം ഹോളിന് നമ്മൾ ഒരു 1.5 ഇഞ്ച് നമ്മൾ ഈ ആം ഹോളും നമ്മുടെ ബെസ്റ്റ് റൗണ്ടൂടെ ചേരുന്ന ആ ഭാഗമില്ലേ,
ആം ഹോളിൻ്റെ ആ വശത്ത് നിന്ന് നമ്മൾ മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് നമ്മൾ എടുക്കണം. ഒരു 1.5 ഇഞ്ച് നമ്മൾ പോയിൻ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ആം ഹോളിൻ്റെ പകുതി, അതായത് ഹാഫ് ഭാഗം കണ്ടുപിടിക്കുക. ആം ഹോൾ എത്രയാണോ അതിൻ്റെ പകുതി നമ്മൾ കണ്ടുപിടിക്കുക. ആ പകുതിയിലേക്കാണ് നമ്മൾ ഇത് കൂട്ടി വരയ്ക്കേണ്ടത്. ആ പകുതിയിൽ നിന്നാണ് നമ്മൾ കൂട്ടി വരച്ച് തുടങ്ങേണ്ടത്. അത് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. ഇത് ഷേപ്പ് ചെയ്യുന്ന ഒരു സ്കെയിലൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇപ്പോൾ എനിക്ക് സ്കെയിൽ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നത്. അതിന് ശേഷം നമ്മളിത് വെട്ടിയെടുക്കുക. ഫ്രണ്ട് പാർട്ടും അതായത് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കൂടി നമ്മൾ വെട്ടി മാറ്റുക. ഇത് വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ മാത്രമായിട്ട് നമുക്കൊരു സാധനം ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് മാർക്ക് ചെയ്തിട്ട് ബാക്ക് പാർട്ട് അതിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് കൈക്കുഴിയില്ലേ, കൈക്കുഴിയുടെ അവിടെ ഒരു മിസ്റ്റേക്ക്, എല്ലാവർക്കും മിസ്റ്റേക്ക് എന്നല്ല, ചിലർക്ക് തയ്ച്ചിട്ട് കഴിയുമ്പോൾ കൈക്കുഴിയുടെ അവിടെ ഒരു അഭംഗി തോന്നാറുണ്ട്. കൈക്കുഴി വശം ഫ്രണ്ട് പാർട്ടിൻ്റെ, അപ്പോൾ അവിടെ നമുക്കൊന്ന് കുഴിച്ചു വെട്ടണം. കുഴിച്ചു വെട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആം ഹോളിൻ്റെയും അതേപോലെ തന്നെ ഷേപ്പ് നമ്മുടെ ബെസ്റ്റ് റൗണ്ടിൻ്റെ ആ വശത്തു നിന്ന് അകത്തേക്ക്, അതായത് അവിടെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ടല്ലോ, ബെസ്റ്റ് റൗണ്ടിൻ്റെയും ആം ഹോളിൻ്റെ ലൈൻസ് ഉണ്ടല്ലോ, അത് കൂടി ചേരുന്ന വശത്ത് നിന്ന് അകത്തേക്ക് നമ്മൾ ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് വരയ്ക്കുക. ഒരു 1/2 ഇഞ്ച് നമ്മൾ അകത്തേക്ക് അത് വരയ്ക്കണം. അത് 1/2 ഇഞ്ച് വരച്ചിട്ട് മുകളിലേക്ക് ഒരു 1.25, അവിടെ നിന്ന് നമ്മുടെ കൈക്കുഴിയുടെ ആം ഹോളിൻ്റെ ആ വശത്തേക്ക് ഒരു 1.25 ഇഞ്ചും നമ്മൾ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ വശത്തേക്ക് ആ 1.25 വരച്ച വശം നമ്മൾ ഷേപ്പ് ചെയ്ത് ആം ഹോളിലേക്ക് കൂട്ടിച്ചേർക്കുക. എന്നിട്ട് നമ്മളത് വെട്ടിക്കളയുക. അത് നമ്മൾ മടക്കി വെച്ചിട്ട് നമ്മളിനി സ്ലീവാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ 3/4 സ്ലീവാണ് കേട്ടോ ചെയ്യുന്നത്. അതിനെ ഒരു പീസ് 4ആയിട്ട് മടക്കി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഫുൾ ലെങ്ത്തും അതേപോലെ അതിൻ്റെ എല്ലാ പാർട്ടും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ ലെങ്ത്തും അതേപോലെ തന്നെ സ്ലീവിൻ്റെ നമ്മൾ റൗണ്ടും കണ്ടുപിടിക്കണം. സ്ലീവിൻ്റെ റൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണമല്ലോ. നമുക്ക് ഇപ്പോൾ ഏത് ഹാഫ് കൈ ആണെങ്കിലും ഫുൾ സ്ലീവ് ആണെങ്കിലും അതിൻ്റെ തീരുന്ന വശത്തുള്ള റൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടോ, കൈക്കുഴിയല്ല, നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ട് ഈ വശത്ത് വരുന്നത് 3/4 ആണെങ്കിൽ ഈ വശത്താണ് വരുന്നത്. അപ്പോൾ ആ വശത്ത് എത്രയാണ് അളവ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. എനിക്കൊരു 5.5 കിട്ടിയത്. അതപ്പോൾ ഞാൻ +1 ഒരു സീം അലവൻസ് കൂടെ കൂട്ടിയിട്ട് 1 സീം അലവൻസ് ആണ് കേട്ടോ. അപ്പോൾ അതോട് കൂട്ടി ഞാൻ അവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട്, അടയാളപ്പെടുത്തിയിട്ടുണ്ട് 6.5 ഇഞ്ച് അവിടെ. അതേപോലെ തന്നെ നമ്മൾ ഈ സ്ലീവിൻ്റെ ഫുൾ ലെങ്ത്ത് നമ്മളൊരു 15 ഇഞ്ചാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്തു. ഫുൾ ലെങ്ത്ത് അത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അവിടെ വെച്ചാണ് ഞാൻ അത് മാർക്ക് ചെയ്തിരിക്കുന്നത്, റൗണ്ട് സ്ലീവിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആം ഹോൾ ഷേപ്പിന് വേണ്ടിയിട്ട് നമ്മളൊരു 9.25 ഇഞ്ച് ലൂസ് കൊടുക്കുകയാണ്. ആം ഹോൾ ലൂസ് 9.25 ഇഞ്ചിന് നമ്മൾ മുകൾ വശത്തായിട്ട് വരയ്ക്കുന്നു, 9.25 ഇഞ്ച്. അതിന് ശേഷം 1.5 ഇഞ്ച് സ്റ്റാർട്ടിങ് വശത്തായിട്ട് തന്നെ നമ്മൾ ഷേപ്പിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ്
തൊട്ട് താഴെ വശത്തായിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ താഴെ വശത്തായിട്ട് നമ്മൾ 3.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ആ 1.5 മാർക്ക് ചെയ്തിരിക്കുന്നതിൽ നിന്ന് നമ്മൾ 3.25 ഒരു ഷേപ്പ് വരയ്ക്കുകയാണ്. സ്ലീവ് നമ്മുടെ ആം ഹോൾ ലൂസിന് വേണ്ടിയിട്ടുള്ള ഷേപ്പാണ് കേട്ടോ അത്. അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് വരയ്ക്കുന്നത്. അത് വരച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് താഴത്തേക്ക് വരയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ട് ഉണ്ടല്ലോ, ആ റൗണ്ടിൽ നിന്ന് മുകളിലേക്ക് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ നിന്നും താഴത്തേക്ക് ഒരു ഹാഫ് ഇഞ്ച് അകലത്തിൽ ഒരു ക്രോസ് ആയിട്ട് വരച്ചിട്ട് അത് നമ്മൾ മുകളിലേക്ക് കൂട്ടി വരച്ചു കൊടുക്കുക. അതിപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ലീവ്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ മടക്കി അടിക്കുമ്പോൾ ചിലർക്ക് മടങ്ങിപ്പോകും, ചിലർക്ക് പിരിഞ്ഞു പോകും. കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കൈയുടെ പടി കിട്ടാൻ വേണ്ടിയിട്ട് ആണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മളത് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ മറ്റേ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ബോഡി പാർട്ടിൻ്റെയും കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നെക്ക് പിടിപ്പിക്കാനുള്ള ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതൊക്കെ ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പാർട്ട് 2-ൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് തന്നെ ഇപ്പോൾ അത്യാവശ്യം ലോങ് വീഡിയോ ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പാർട്ട് 2 ആയിട്ട് അടുത്തത് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.